കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇതുവരെ ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായതായി ആർക്കും പറയാൻ സാധിക്കില്ല. ഭീകരമായിരുന്നൊരു അന്തരീക്ഷം. ഞാൻ ചോദിക്കുന്നത്, അവരിപ്പോൾ പൊട്ടിച്ച ടിയർ ഗ്യാസും ഈ അടിച്ച വെള്ളവും ഞങ്ങൾ ഇരിക്കുന്ന സ്റ്റേജിന്റെ അടുത്ത് വന്ന് ഇത് പൊട്ടിയിരുന്നുവെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? സ്റ്റേജിന്റെ അടിയിൽ വന്ന് പൊട്ടിയില്ല അത്. പക്ഷേ അത് പൊട്ടിയിരുന്നെങ്കിലും ഈ സ്റ്റേജ് എന്ന് പറയുന്നത് ഒരു ബസിന്റെ പുറത്താണ്. എന്തെല്ലാം സംഭവിക്കുമായിരുന്നു എന്ന് കണക്ക് കൂട്ടണം. ഒരു പ്രകോപനവും ഇല്ലാതെയാണ് ഈ സംഭവം നടത്തിയത് എന്നതാണ് ഞങ്ങളുടെ ആക്ഷേപം. അവിടെ പോയി കല്ലെറിയാനോ അവിടെ പോയി ബഹളം വെക്കാനോ ആരും നിന്നിട്ടില്ല. എത്ര അടുത്ത് നിന്നാണ് ഇതെറിഞ്ഞത്? എത്ര അടുത്ത് നിന്നാണ് ഈ വെള്ളടിച്ചത്? 6 MP-മാർ, MLA-മാർ, മുൻ മന്ത്രിമാർ, ഇവരെല്ലാം നിൽക്കുന്ന ഒരു സ്റ്റേജിൽ പ്രതിപക്ഷ നേതാവ് പ്രസംഗിക്കുമ്പോൾ ഈ വന്ന് ഒരു അടിയിൽ വീണ് ഒരു പൊട്ടിയില്ല. പക്ഷെ അത് പൊട്ടിയിരുന്നുവെങ്കിൽ എന്ത് സംഭവിക്കും? അവിടെ ഇരിക്കുന്ന ഞങ്ങളെല്ലാവരും അവിടെയുണ്ട്. കേരളത്തിലെ കോൺഗ്രസ് ഒന്നടങ്കം പോവുമായിരുന്നു. ഞാൻ ചോദിക്കുന്നു, എന്നിട്ടും അത് ജീവൻ രക്ഷാ പ്രവർത്തനം എന്ന് പറയുന്ന ഇദ്ദേഹത്തിന് ഭ്രാന്തല്ലേ? ഇതേ എന്ത് മുഖ്യമന്ത്രി? ആളുകളെ അടിച്ച്, ആളുകളെ വെട്ടിക്കുത്തി, ആളുകളെ ആസ്പത്രി, ഞാനിപ്പോ പോയി കണ്ട് കുറെ ആളുകളെ ആസ്പത്രിയിൽ പോയി കണ്ടിട്ടാണ് ഞാൻ വരുന്നത്. ജയിലിൽ പോയി കണ്ടിട്ടാണ് ഞാൻ വരുന്നത്. അടി കൊണ്ടത് മാത്രമല്ല, കുട്ടികളെ ജയിലിലാക്കുകയാണ്. എന്ത് കുറ്റം ചെയ്ത? കറുത്ത കൊടി കാണിച്ചാൽ ഇത്രയൊക്കെ ചെയ്യണമായിരുന്നു എന്നതാണ് എന്റെ ചോദ്യം. കറുത്ത കൊടി കാണിക്കുക ജനാധിപത്യ സംവിധാനത്തിൽ എല്ലാ രാഷ്ട്രീയ പ്രവർത്തനങ്ങളും സ്വാതന്ത്ര്യ സമരം മുതൽ ഈ രാജ്യത്ത് എല്ലാവരും നടത്തുന്ന ഒരു സംഭവമാണ്. എന്തിനാണ് അദ്ദേഹത്തിന് ഇത്രയും ഭയപ്പാട്? എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇത്രയും വലിയ ആശങ്ക? കേസെടുത്തൊന്നും നമ്മളെ പേടിപ്പിക്കാൻ നോക്കണ്ട. ഞങ്ങളൊക്കെ കേസ് ഒരുപാട് കണ്ടവരാ. ഈ ബോംബ് പൊട്ടിച്ചിട്ടും ഞങ്ങളെ പേടിപ്പിക്കാൻ നോക്കണ്ട. ഞാനൊക്കെ ഇതിനു മുമ്പ് കണ്ണൂരിൽ CPM-മായി ഫൈറ്റ് ചെയ്ത് നടക്കുമ്പോൾ എൻ്റെ 3 അംബാസഡർ കാർ കത്തിച്ചതാ, ബോംബെറിഞ്ഞ് കത്തിച്ചത്. 2 തവണയുടെ നേരോ എസ്കേപ്പാണ് ഞാൻ അവിടെ. എൻ്റെ തലക്ക് മുകളിൽ കല്ലേറ് വരുമെന്ന് പ്രതീക്ഷിച്ച് ഞാൻ എപ്പോഴും തലക്ക് പിറകിൽ വെക്കുന്ന ഒരു ബ്രീഫ് കേസ് ഉണ്ട്. ആ ബ്രീഫ് കേസിന്റെ മുകളിൽ ബോംബ് പൊട്ടി ആ ബ്രീഫ് കേസ് ചെതറിപ്പോയിരുന്നു. എൻ്റെ ശരീരത്തിൽ നിറയെ ഷെല്ല് വന്ന് തറച്ച് 32 ദിവസം ആശുപത്രിയിൽ പോയി ഷെല്ല് പെറുക്കിയെടുത്തവനാണ് ഞാൻ. ഇതൊന്നും കണ്ടിട്ടൊന്നും ഞാൻ മാറിയിട്ടൊന്നുമില്ല. എത്രയോ കേസുകൾ ബ്രില്ലൻ കോളേജിൽ പഠിക്കുന്ന കാലം മുതൽ കോടതിയിൽ കയറി ഇറക്കുന്ന ആളാണ്. ധർമ്മടം പോലീസ് സ്റ്റേഷനിൽ പോയാൽ പോലീസ് ഓഫീസർ നമ്മളെ കാണുമ്പോൾ ഭക്ഷണം കൊണ്ടേക്കും. കാരണം ഞങ്ങൾ ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ മുദ്രാവാക്യം വിളിക്കുന്നവർക്കറിയാം. അങ്ങനെ നിരന്തരം കേസുകളിലും അക്രമങ്ങളിലും ഒക്കെ നെഞ്ചു വിരിച്ചു നിന്ന പാർട്ടി പ്രവർത്തകരാണ് ഞങ്ങളൊക്കെ. ഞങ്ങളെയൊന്നും ഈ ഉമ്മാക്കി കാട്ടി പേടിപ്പിക്കരുത് എന്ന് പിണറായി വിജയന് അതറിയാലോ. പിണറായി വിജയനും ഞാനും തമ്മിൽ മുഖാമുഖം നേരിട്ട് കണ്ടിട്ടുണ്ടല്ലോ ബ്രില്ലൻ കോളേജിൽ. അതിന്റെ അനുഭവം പിണറായി വിജയൻ അറിയാലോ. അദ്ദേഹത്തിന്റെ ആക്ഷനൊക്കെ നിങ്ങൾക്ക് കാട്ടി തന്നിട്ടില്ലേ? അദ്ദേഹം എന്ത് ആക്ഷനാണ് കണ്ടത് നിങ്ങൾക്ക് എന്നെ അറിയാലോ. അതുകൊണ്ട് പിണറായി വിജയൻ, അദ്ദേഹത്തിന്റെ മനസ്സെന്ന് പറയുന്നത് ഒരു ജനാധിപത്യ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി നേതാവിന്റെ മനസ്സല്ല. കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായ സമാനതകളില്ലാത്ത സംഭവം SRCP-യുടെ കാലത്തോ ബ്രിട്ടീഷ് ഭരണകാലത്തോ ഉണ്ടാകാത്ത അത്രയും ക്രൂരവും ഞെട്ടിക്കുന്നതുമാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. പ്രതിപക്ഷ നേതാവ്, 6 MP-മാർ, 7 MLA-മാർ, മുൻ മന്ത്രിമാർ തുടങ്ങിയുള്ള നേതാക്കളാണ് ഞങ്ങൾ സ്റ്റേജിൽ ഉണ്ടായിരുന്നത്. അത്യുഗ്രശേഷിയുള്ള 18 ടിയർ ഗ്യാസ് ഷെല്ലാണ് അവർ പൊട്ടിച്ചത്, ഇന്നലെ വലിച്ചെറിഞ്ഞത്. ഇന്നലെ അതിൽ 4 എണ്ണം ഞാൻ ഉൾപ്പെടെ ഇരിക്കുന്ന നേതാക്കന്മാരുടെ സ്റ്റേജിന്റെ മുൻപിലാണ് വന്ന് വീണത്. 2 എണ്ണം സ്റ്റേജിന്റെ അടിയിൽ വീണു. ഈ ഗ്രനേഡുകളെല്ലാം പൊട്ടിയിരുന്നുവെങ്കിൽ, അതാണ് ഞാൻ ചോദിച്ചത്, സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം തന്നെ വാഷ് ഔട്ട് ആകുമായിരുന്നില്ലേ? എന്നിട്ടും അതിനെക്കുറിച്ച് ന്യായീകരിക്കാൻ നിൽക്കുന്ന ഒരു മുഖ്യമന്ത്രിയെ കുറിച്ച് എന്ത് പറയണം?